അതെ, എൻ്റെ കല്യാണം പ്രമാണിച്ച് കുറച്ച് ടീംസ് എത്തുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റാരുമല്ല, എൻ്റെ മൂത്ത ചേച്ചിയും പിള്ളേരോടാണ്. അപ്പം ഡാഡിയോടും മമ്മിയോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ബസ്സിന് ബാംഗ്ലൂരേക്കാണ് പോകുന്നത്. ബാംഗ്ലൂർ എൻ്റെ ഫ്രണ്ട് എലിസബത്ത് ആണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. എലിസബത്ത് എൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ അടുത്തേക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണേ. എൻ്റെ സിസ്റ്ററും പിള്ളേരും കാനഡയിൽ നിന്ന് ബാംഗ്ലൂരിൽ വന്നാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത്. എൻ്റെ കുട്ടി പിള്ളേരെയൊക്കെ ഞാൻ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ട സന്തോഷ പ്രകടനമൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കുകയാണേ. അപ്പോൾ അവർക്ക് മെയിൻലി ഇവിടെ പരിപാടികളുണ്ടായിരുന്നത് ഒരു ഹെയർ കട്ട്, ഹെയർ കളറിങ് എന്ന് മുതലായ പരിപാടികളുണ്ടായിരുന്നു. ചേച്ചി ഹെയർ കളറിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിശന്നിരുന്ന ഞങ്ങൾ ദ ഹൗസ് ഓഫ് ഡൽഹി എന്ന് പറഞ്ഞ സ്മോക്ക് ഹൗസ് ഡൽഹി എന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് വന്ന് വയററിയാതെ ഓർഡർ ചെയ്യുകയുണ്ടായി. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നുകൊണ്ട് തന്നെ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തു. പാസ്ത, ബർഗർ, അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. പക്ഷേ എല്ലാം തന്നെ 3/4 ഭാഗം ഞങ്ങൾ അത് പാഴ്സൽ എടുക്കുകയാണ് ഉണ്ടായത് കേട്ടോ. കാരണം എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതാണ്, ഒരിക്കലും വയററിയാതെ ഇങ്ങനെ ഓർഡർ ചെയ്യരുതെന്ന് എപ്പോഴും വിചാരിച്ചാലും എപ്പോഴും ഞാൻ ആ ഐറ്റം തന്നെ ചെയ്യും കേട്ടോ. നമ്മളുടെ കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി കഴിഞ്ഞ ഉടനെ ദിയക്കുട്ടിക്ക് ഒരു ഹെയർ കട്ടിങ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ ഒറ്റ ഒരാളേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് പ്രത്യേകം സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയും ആവാം കുറച്ചധികം മണിക്കൂറുകൾ നമുക്ക് ഇവിടെ ഇരിക്കേണ്ടി വന്നു. ഇവർ പിന്നെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. കാനഡയിൽ നിന്ന് വന്നിട്ട് നല്ല ജെറ്റ് ലാഗ്ഡായിരുന്നു. അവസാനം നല്ല അടിപൊളിയായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ വന്നു കേട്ടോ. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതിന് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞൊക്കെ ചെയ്തെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടപ്പം അടിപൊളിയായിരുന്നു. അതിനുശേഷം അന്ന് രാത്രി നമ്മുടെ ഡാൻവിച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഡാൻവിച്ചുവിന് ബർത്ത്ഡേ വിഷസ് ഒക്കെ കൊടുത്ത് കേക്ക് കട്ടുകയൊക്കെ ചെയ്ത കേട്ടോ. ആകെ 2-3 ദിവസം മാത്രമേ ബാംഗ്ലൂർ ഉണ്ടായിരുന്നുള്ളൂ. ആ ദിവസങ്ങൾക്കുള്ളിൽ എൻഗേജ്മെൻറ്റിനുള്ള, അതായത് മധുരവെപ്പിനുള്ള, നമ്മുടെ മനസ്സമ്മതത്തിന് മധുരവെപ്പിനുള്ള ഡ്രസ്സസൊക്കെ എടുക്കണം. പിന്നെ ഇവർ കാനഡയിൽ നിന്ന് വന്നപ്പോൾ നാട്ടിൽ നിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്യണം. അതും ബാംഗ്ലൂരിൽ നിന്ന് നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആദ്യമേ തന്നെ ഇറങ്ങിയത് കാതുകുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് ട്രയലായിരുന്നു. പ്രിനു ഇല്ലാഞ്ഞുകൊണ്ട് പ്രിനുവിൻ്റെയും കൂടെ ഡ്രസ്സ് ട്രൈ ചെയ്തത് പ്രിറ്റിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഔട്ട്ഫിറ്റ് കുറേ കാര്യങ്ങൾ ഓട്ടപ്പാച്ചിലായിരുന്നു ശരിക്കും. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ആനന്ദ് സ്വീറ്റ്സിൽ പോയി ഞങ്ങൾ കുറച്ച് ചാറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ അന്ന് രാത്രി ഓട്ടപ്പാച്ചിലിനൊക്കെ ഒടുവിൽ ഡാൽവിച്ചുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒയയിലേക്കാണ് നമ്മൾ പോയത്. നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആയിരുന്നു ഒയ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. കുറച്ച് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടുത്തെ ആംബിയൻസിൽ കുറേയധികം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഒത്തിരി അടിപൊളി വെറൈറ്റീസ് ഓഫ് ഫുഡും പിന്നെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ഏതൊക്കെയോ മൂവീസിലും മലയാളം മൂവീസിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അവിടെ ഇപ്പോൾ നമ്മളവർ സ്പെഷ്യലി പറഞ്ഞ് ഡാൽവിച്ചുവിന് വേണ്ടി ഒരു കേക്ക് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് ഞങ്ങൾ അവിടുത്തെ ഡേ അവസാനിപ്പിച്ചു. അങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങൾ പുറകെ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.